ശ്യാം ദേവരാജ്, ഈ കേസിൽ നിർണായകമായത് ഒന്നാം സാക്ഷി രാഹുലിന്റെ മൊഴിയാണ്. ഇതിൽ മറ്റൊന്ന്, ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം, ഒപ്പം പ്രായം പരിഗണിക്കാതെ സമൂഹത്തിന് സന്ദേശമാകുന്ന വിധിയാകണമെന്നുമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ശരൺ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ ഈ പ്രായം ഒരു പരിഗണിക്കാതെ വിധി പുറപ്പെടുവിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഈ ഒരു വിധി വരുമ്പോൾ അതിൽ നമുക്കറിയാം, ഈ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ആദ്യം മുതൽ ഈ അവസാനം വരെ എന്നുള്ളതാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത്. അപ്പോൾ കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് തന്നെയല്ലേ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ശ്രുതി, അങ്ങനെ തന്നെയാണ്. കോടതിക്ക് അങ്ങേയറ്റം ബോധ്യം വരുന്ന ഒരു കൊലപാതകമാണ് ഇത്. അതായത് ഈ കേസ് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വധശിക്ഷ അനിവാര്യമായ ഒരു കേസാണ് എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിയായ ഹമീദിന് 75 വയസ്സിലധികം പ്രായമുള്ള പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകാൻ വിചാരണ കോടതി തീരുമാനമെടുക്കുന്നത്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി തീരുമാനമെടുക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ, ഒന്ന്, ഇത് അപൂർവമായ ഒരു കേസാണ്. മാത്രമല്ല, പ്രതിക്ക് പ്രായാധിക്യമുണ്ട്, 75 വയസ്സിലധികമുണ്ട് എന്ന കാരണത്താൽ ഇതിൽ വധശിക്ഷ നൽകാതിരിക്കരുത് എന്ന കാര്യമാണ്. കാരണം ഇത് അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒരു രീതിയിലും ആളുകൾക്ക്, ആ 4 മനുഷ്യർക്ക് ആ വീടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്രയും അവരെ ബന്ധിക്കുകയും തുടർന്ന് വീടിന് തന്നെ തീ വയ്ക്കുകയും ആ തീയിൽപ്പെട്ട് ആ 4 പേർ മരിക്കുകയും ചെയ്യുന്നു. മകനും മരുമകളും 2 മക്കളും ഉൾപ്പെടെയുള്ളവർ മരിക്കുന്നു. അതൊരു അപൂർവമായ ഒരു കൂട്ടക്കൊലപാതകമാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദമായി ഉന്നയിച്ചത്. ആ വാദം കോടതി ശരിവെക്കുകയാണ്. ഇതിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഈ പ്രായത്തിന്റെ പരിഗണന നൽകണമെന്നതാണ്. പക്ഷേ കോടതി വ്യക്തമാണ്. ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. മകനെയും കുടുംബത്തെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. ശരണും രാഹുൽ സുരേഷും ശ്യാം ദേവരാജുമാണ് വിശദാംശങ്ങൾ നൽകിയത്.